കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസിന്റെ റീത്ത് വെച്ച് പ്രതിഷേധം. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ, വഴിവിളക്കുകൾ എന്നിവ ഉപയോഗശൂന്യമായി കിടക്കുന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാട്ടാക്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഡാനിയൽ പാപ്പനത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി ശ്രീ MR ബൈജു ഉദ്ഘാടനം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം ശ്രീ മലയൻകീഴ് വേണുഗോപാൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുൽഫി, INDCU നേതാവ് കാട്ടാക്കട രാമു, ബ്ലോക്ക് മെമ്പർ ശ്രീകുട്ടി സതീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹരി പെരിങ്ങമല, രേഷ്മ പട്ടം, ജില്ലാ സെക്രട്ടറി മുനീർ, വിഷ്ണു, യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ അരുൺ, അജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മഹേഷ്, ബിജിൻ ദാസ്, അഭിലാഷ്, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോണി വിൽസന്റ്, മണ്ഡലം പ്രസിഡന്റ് ലിഞ്ചു, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജയകുമാർ, സതി എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് വളരെ വിഷമമുണ്ട്. കാരണം ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഹൈമാസ് ലൈറ്റുകൾ നവീകരിക്കേണ്ടതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വവും അതാത് പഞ്ചായത്തിനാണ്. കാട്ടാക്കട പഞ്ചായത്ത് വർഷങ്ങളായി ഈ ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെ നിരവധി ഹൈമാസ് ലൈറ്റുകൾ ലൈറ്റ് പോയി കിടക്കുകയാണ്. ഈ ഹൈമാസ് ലൈറ്റുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് CPMന്റെ പരിപാടികൾക്ക് കോർണർ കെട്ടാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഹൈമാസ് ലൈറ്റിന്റെ ഇവിടുത്തെ ആവശ്യം? വേണമെങ്കിൽ പാവപ്പെട്ട കർഷകർക്ക് ഈ ഹൈമാസ് ലൈറ്റ് കൊണ്ട് ഒരു പശുവിനെ കെട്ടാനുള്ള ഒരു ആർജവം മാത്രമേ ഇപ്പോൾ ഈ ഹൈമാസ് ലൈറ്റിനെ കൊണ്ടുള്ളൂ. ഈ ഹൈമാസ് ലൈറ്റിനെ കൊണ്ട് യാതൊരു ഉപയോഗവും കാട്ടാക്കടയിലുള്ള ഈ വ്യാപാരികളെ നമുക്ക് നോക്കാം. ഈ ഹൈമാസ് ലൈറ്റ് കത്തിച്ചാൽ ഈ സ്ഥലത്ത് മുഴുവൻ വെളിച്ചമാണ്. പാവപ്പെട്ട വ്യാപാരികൾക്ക് അവർക്ക് കച്ചവടം ചെയ്യുവാൻ കഴിയുന്നില്ല. ഈ കാട്ടാക്കടയുടെ ഈ സെന്ററായ ഈ സ്ഥലത്ത് ഈ ഹൈമാസ് ലൈറ്റ് വെച്ചിട്ട് ഇതെന്തുകൊണ്ട് നവീകരിക്കുന്നില്ല എന്ന് പഞ്ചായത്തിനോട് ചോദിച്ചപ്പോൾ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഈ സൂചനാ സമരം ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്നതാണ്. ഇതിന് ഒരു പരിഹാരം ഇതിന് മാത്രമല്ല, കാട്ടാക്കട പഞ്ചായത്തിലെ സകല തെരുവിളക്കുകളും ഉടൻ തന്നെ കത്തിച്ചില്ല എങ്കിൽ ഈ ഹൈമാസ് ലൈറ്റുകൾ ഉൾപ്പെടെ നിരവധി ഹൈമാസ് ലൈറ്റുകൾ ഈ പഞ്ചായത്തിലുണ്ട്. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സംവിധാനം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ്. ഉള്ള പ്രകടനമാണ് ഇവിടെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഹൃദയപൂർവ്വം ഞാൻ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മുഴുവൻ ഇരുട്ടിലാക്കുന്ന ഒരു ഭരണ സംവിധാനമാണെന്ന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഒരു ഹൈമാസ് ലൈറ്റുകൾക്കെതിരെ മാത്രമുള്ള ഒരു സമരമല്ല ഇത്. നമ്മുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ടിൽ നിന്നാകട്ടെ, MLA ഫണ്ടിൽ നിന്നാകട്ടെ ഈ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രകാശം ചൊരിയുന്ന വൻകിട ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലൈറ്റുകൾ സ്ഥാപനത്തിലൂടെ ഓരോ പ്രദേശത്തിന്റെയും ഇരുളകറ്റി ശക്തമായിട്ടുള്ള വെളിച്ചം പകരുന്നതിനുള്ള സംവിധാനമായിട്ടാണ് അന്ന് അതാത് സർക്കാരുകൾ, അതാത് ജനപ്രതിനിധികൾ അവരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. എന്നാൽ അതിന്റെ സംരക്ഷണ അവകാശം, ഇത്തരത്തിലുള്ള വലിയ ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ അതിന്റെ സംരക്ഷണ അവകാശം, അതിന്റെ മെയിൻ്റനൻസ് അതാത് ഗ്രാമപഞ്ചായത്തിൽ വഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കർത്തവ്യം. എന്നാൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകട്ടെ ദീർഘകാലമായി ഈ വിളക്കുകൾ അണഞ്ഞിട്ട് അത് നന്നാക്കുന്നതിന്, മെയിൻ്റനൻസ് നടത്തുന്നതിന്, വീണ്ടും പ്രകാശം ചൊരിയുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഇതുവരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധത്തിന് ഇട നൽകുന്നതാണ്.